ഹലോ ഗൈസ്, ഇത് നമ്മൾ മുത്തപ്പൻകാവ് പോയ വ്ളോഗാണ്. അപ്പോൾ മുത്തപ്പൻകാവിൽ നമ്മൾ മോൻ്റെ ചോറൂണിനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. മുത്തപ്പൻകാവിൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, രാവിലെ 9:30 മുമ്പേ ആയിട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നട തുറന്ന് കാണാൻ പറ്റും. പിന്നീട് ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമേ നമുക്ക് നട തുറന്ന് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവിടെ ആകെ വഴിപാട് പറയുന്നത് 170 രൂപയാണ് വരുന്നത്. പിന്നെ ചോറൂണ് 40 രൂപയാണ് വരുന്നത്. ചോറൂണ് അവിടെ ടോക്കൺ സിസ്റ്റം ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പോയ പാടെ ടോക്കൺ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ടോക്കൺ കിട്ടും. നമുക്ക് 235 ടോക്കണാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു നമ്മൾ പോയത്. ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്ര തിരക്കിൽ അവിടെ പോകുന്നത്. പിന്നെ അവിടെ പായസമാണ് കിട്ടുക കേട്ടോ. അപ്പം നമ്മൾ തന്നെ ഈ ചോറൂണിന് കുറേ വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് അവിടെ ബോട്ട് സർവീസ് ഉണ്ട്. അതൊക്കെ പോയി വന്നതിന് ശേഷമാണ് നമ്മൾ ചോറൂണ് കൊടുത്തത്. നേർച്ചയായിരുന്നു. ഗുരുവായൂരിൽ വെച്ചിട്ട് മോന് 6 മാസത്തെ ചോറൂണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ മുത്തപ്പൻകാവിൽ കൊടുക്കാമെന്ന് പറഞ്ഞതിനുണ്ടായിരുന്നു. അച്ഛനാണ് ചോറ് കൊടുക്കുന്നത്. പേര് ചെവിയിൽ വിളിച്ചിട്ടാണ് കൊടുക്കുക. പിന്നെ നമുക്ക് പൂജാരിക്ക് എന്തെങ്കിലും ദക്ഷിണ കൊടുത്തിട്ട് എടുക്കാവുന്നതാണ്. ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ മോൻ. പിന്നെ അവിടെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, നമുക്കറിയാലോ. പോയപാടെ തന്നെ പയറും ചായയും ഉണ്ട്. അതേമാതിരി ഉച്ചഭക്ഷണമൊക്കെ അവിടെ ഉണ്ട്. ഒത്തിരി തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയപ്പോൾ. പിന്നെ വന്ന വഴിക്ക് നമ്മൾ സ്നേക്ക് പാർക്കിലും കയറിയിട്ടാണ് വന്നത്. ഞങ്ങൾ രാവിലെ 6 മണിക്ക് ഇവിടുന്ന് തിരിച്ചിട്ട് വൈകിട്ട് 8 മണിക്കാണ് കോഴിക്കോട് തിരിച്ചെത്തിയത്. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു. കുറേ കാലമായി. ബോട്ട് സർവീസ് നല്ല കേട്ടോ. 50 രൂപയേ വരുന്നുള്ളൂ. കേരള ടൂറിസത്തിൻ്റെയും ബോട്ടുകളുണ്ട്, അല്ലാണ്ട് പ്രൈവറ്റ് ബോട്ട്സും ഉണ്ട്. പിന്നെ ഒരു ഫാമിലിക്ക് 50 റുപ്പീസ് വരുന്ന രീതിയിലുള്ള ബോട്ട്സും ഉണ്ട്.